നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ, അവരുടെ പൊതുവായുള്ള സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തിരുവാതിരക്കാരെക്കുറിച്ച് വിവിധ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാമാണ് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുക. ശബരൻ നക്ഷത്രഗണത്തിലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവാതിര. ഇതൊരു ചുവന്ന ഭീമനാണ്, അതായത് നക്ഷത്രത്തിന്റെ ജ്വലനം അവസാനിക്കുന്ന അവസ്ഥയിലുള്ള നക്ഷത്രം. മലയാള നക്ഷത്രങ്ങളിലെ 6ാമത്തെ നക്ഷത്രമാണിത്. ചന്ദ്രൻ തിരുവാതിര നക്ഷത്രത്തിന്റെ ആകാശഭാഗത്ത് വരുന്ന ദിവസമാണ് തിരുവാതിര നാൾ. തിരുവാതിര നാൾ ഭാരതീയ ജ്യോതിഷത്തിൽ ആർദ്ര എന്നറിയപ്പെടുന്നു. മിഥുനക്കൂറിൽപ്പെടുന്ന തിരുവാതിര മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ശിവനാണ് നക്ഷത്ര ദേവത. ശിവക്ഷേത്രങ്ങളിൽ തിരുവാതിര നക്ഷത്രം അതിവിശേഷമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. രാഹു നക്ഷത്രാധിപനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്സാഹം പ്രകടമായി തന്നെ കാണുന്നത്. ഇവർ സാധാരണയായി കൃശശരീരികളായിരിക്കും. സാമാന്യം പൊക്കവും ഉണ്ടായിരിക്കും. വ്യാഴന്റെ ദൃഷ്ടിയുള്ളവർ ചിലപ്പോൾ തടിച്ച ശരീരക്കാരായിരിക്കും, എന്നാലും അമിതമായി തടിക്കാറില്ല. ഇവരുടെ മുഖത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും. ഇവരുടെ രാശിയാധിപൻ ബുധനായതുകൊണ്ട് ഇവർ സാമാന്യം ബുദ്ധിമാന്മാരായിരിക്കും. പല വിഷയങ്ങളിലും വിജ്ഞാനം നേടുവാൻ ഇവർക്ക് കഴിയും, അതും വളരെ വേഗത്തിൽ തന്നെ. ഇവർ ആദർശനിഷ്ഠന്മാരാണ്. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വലിയ പൊരുത്തക്കേടുകൾ അനുഭവപ്പെട്ടു എന്ന് വരാം. സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്തപ്പോൾ പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതക്കാരാണ്. കോപം വന്നാൽ ഇടം വലം നോക്കാതെയും ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതെയും പ്രവർത്തിച്ചു കളയുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. ഇവർ പൊതുവെ സഹൃദയന്മാരാണ്. വാക്കിന്റെ കാരകനായ ബുധൻ രാശ്യാധിപതിയായതുകൊണ്ട് യുക്തിയുക്തമായും ഫലിതരസത്തോടുകൂടിയും സംസാരിക്കും. ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നതാണ് ഇവർക്കിഷ്ടം. ഏകാന്തത ഇവർ ഇഷ്ടപ്പെടാറേയില്ല. ഇവരോട് ഇടപഴകാൻ എല്ലാവരും ഇഷ്ടപ്പെടും. അതിന് കാരണം പരിചയപ്പെടുന്നവർക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തെ പോലും ഇവർ വലിയ അഭിമാനക്ഷതമായിട്ടായിരിക്കും കാണുക. കോപം വരിക സാധാരണമാണെങ്കിലും ഇവർ അത് വേഗം മറക്കും. ചിലരിൽ ദുരഭിമാനം മുന്നിട്ട് നിൽക്കും. ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇത് ചിലപ്പോൾ സ്ഥായിയായി തന്നെ നിന്നുവെന്നും വരാം. സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഇവർ ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കും. ഇവരുടെ കഴിവനുസരിച്ചുള്ള പ്രസക്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കുന്നില്ല. അഭിവൃദ്ധിയും താരതമ്യേന കുറവായിരിക്കും. സരസമായി സംസാരിക്കുന്ന ഇവർ നല്ല സംഭാഷണ പ്രിയന്മാരായിരിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരുമാണ്. പഠനത്തിലായാലും ജോലിയിലായാലും ഇവർ ഒരിടത്ത് തന്നെ പറ്റിപ്പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ജോലി സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. താമസിക്കുന്ന വീടും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് കാരണം ഒരു സ്ഥലത്തിൽ തന്നെയോ ഒരു വിഷയത്തിൽ തന്നെയോ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവരിൽ കാണുന്നില്ല. ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും. ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദികളിൽ പ്രത്യേക സാമർഥ്യം നേടും. ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നില്ല. ശനി ഭാഗ്യകാരനാണെങ്കിലും അഷ്ടമാധിപൻ കൂടിയായതാണ് ഇതിന് കാരണം. ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ഇവർ സാധാരണയായി ദീർഘായുസുക്കളായിരിക്കും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പോകാതെ തനിക്ക് പ്രയോജനം ലഭിക്കത്തക്ക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാരസ്മരണ കുറയുമത്രേ. ഗർവ് കൂടുതലാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ പിണങ്ങി സന്ദർഭം വരുമ്പോൾ തന്റെ പിടിപ്പുകേട് പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. സ്ത്രീകളോട് ഇവർക്ക് ആകർഷണം കൂടുതലാണ്. ജാതകത്തിൽ ശുക്രന്റെയും ചന്ദ്രന്റെയും സ്ഥിതി നല്ലതെങ്കിൽ ഇവർക്ക് പരസ്ത്രീകളിൽ ആസക്തി കൂടുതലുണ്ടാകും. തിരുവാതിരക്കാരുടെ ഭാര്യമാർ ഇക്കാര്യം ശ്രദ്ധിച്ച് നിവൃത്തിയുള്ളയിടത്തോളം ഭർത്താവിനെ പിണക്കാതെ പെരുമാറുന്നതായിരിക്കും നന്ന്. ഇവരുടെ ഇംഗിതമനുസരിച്ച് പെരുമാറാൻ അറിയാത്ത ഭാര്യമാർ രണ്ടുപേരുടെയും ജീവിതത്തെ നരകമാക്കുന്നു. അന്യസ്ത്രീകളോടുള്ള ഇവരുടെ പെരുമാറ്റം നിഷ്കളങ്കമാണെങ്കിൽ തന്നെയും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. ഉപജീവനത്തിന് വേണ്ടി ഇവർക്ക് നാടുവിട്ട് അച്ഛനമ്മമാരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായി വരും. ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം ഉണ്ടായി എന്ന് വരില്ല. രക്തവാദം, വാദപ്രധാനമായ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ആസ്മ, അർശസ് തുടങ്ങിയവ ഇവരെ വളരെയധികം ശല്യപ്പെടുന്നതായിരിക്കും. ഇവരുടെ രാശി ഉഭയരാശി ആയത് കാരണം ഇവർ സാധാരണ 2 ലക്ഷ്യങ്ങൾക്കും ഫലത്തിനും വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഒരു വെടിക്ക് 2 പക്ഷി എന്നതാണ് ഇവരുടെ ഒരു സിദ്ധാന്തം. അതായത് ഒരു പ്രവർത്തനം കൊണ്ട് 2 തരത്തിലുള്ള പ്രയോജനം ഉണ്ടാക്കാൻ ശ്രമിക്കും. ജാതകപരമായി നോക്കുമ്പോൾ ജാതകത്തിൽ രാഹു, ബുധൻ
ഇവരുടെ സ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും അവർ ദുർബലരായാൽ ദോഷഫലങ്ങളും ലഭിക്കാനിടയാകുന്നു. ശുക്രനും ബുധനും വ്യാഴനും ശുക്രനും ശനിയും ഒരുമിച്ച് നിന്നാൽ നല്ല ഫലങ്ങൾ ലഭിക്കും. ബുധൻ സൂര്യനുമായി ചിങ്ങത്തിൽ നിന്നാൽ ജ്യേഷ്ഠ സഹോദരനുമായി പിണങ്ങും. ചന്ദ്രൻ ശുക്രൻ ചൊവ്വ എന്നിവരോട് യോജിച്ച് ബലവാനായി നിന്നാൽ ഇവരുടെ ദശയിൽ നല്ല ധനലാഭമുണ്ടാകും. കുജൻ 2 നിന്നാൽ കുജദശയിൽ ധനലാഭമുണ്ടാകും. രാഹു നല്ല ഗ്രഹവുമായി യോഗം ചെയ്യുകയോ ബലവാനായ ഗ്രഹത്തിന്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്താൽ രാഹു ദശാപഹാരങ്ങൾ നന്നായിരിക്കും. തിരുവാതിരക്കാർക്ക് യൗവനം കഴിഞ്ഞാണ് അഭിവൃദ്ധി ഉണ്ടാകാനിടയുള്ളത്. ബാല്യകാലം അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല. മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവൻ നന്ദി കെട്ടവനും കോപിഷ്ഠനും എപ്പോഴും പാപവിചാരങ്ങൾ തോന്നുന്നവനും ധനധാന്യാനുഭവം യഥേഷ്ടമില്ലാത്തവനുമാകുന്നു. ഹോരസാരത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: തിരുവാതിര നക്ഷത്രക്കാരൻ ചഞ്ചലചിത്തനും നിർബന്ധഭാവത്തിൽ സംസാരിക്കുന്നവനും മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നവനും വീൺവാക്ക് പറയുന്നവനും അഭിമാനിയും ദീർഘായുസുമായിരിക്കും. ബൃഹത് ജാതകത്തിൽ ഇപ്രകാരം പറയുന്നു: സ്ത്രീകളിൽ താല്പര്യമുള്ളവനും സുരതത്തിൽ സമർത്ഥനും ചുവന്ന കണ്ണുകളുള്ളവനും ശാസ്ത്രജ്ഞനും നല്ല ബുദ്ധിയുള്ളവനും ഹാസ്യത്തിൽ താല്പര്യമുള്ളവനും മറ്റുള്ളവരുടെ ഹൃദയഗതി അറിയുന്നവനും മനോഹരമായ ശരീരാവയവമുള്ളവനും മധുരമായി സംസാരിക്കുന്നവനും ഭക്ഷണത്തിൽ താല്പര്യമുള്ളവനും സംഗീതത്തിൽ തൽപരനും നപുംസകരുമായി ബന്ധപ്പെടുന്നതിൽ താല്പര്യമുള്ളവനും ഉയർന്ന മൂക്കുള്ളവനുമായിരിക്കും. ജാതക പാരിജാതത്തിൽ ഇങ്ങനെ പറയുന്നു: പണം കുറവായുള്ളവനും ചഞ്ചല സ്വഭാവിയും നിസാര പ്രവൃത്തികൾ ചെയ്യുന്ന സ്വഭാവമുള്ളവനുമായിരിക്കും. പല കാര്യങ്ങൾ അറിയാവുന്നവനും വണ്ട് പുഷ്പത്തിൽ എന്ന പോലെ മറ്റുള്ളവരെ അന്വേഷിച്ച് ചെല്ലുന്നവനും കടുപ്പിച്ച് സംസാരിക്കുന്നവനും സ്ഥിരമായ നടപ്പുള്ളവനും ഉയർന്ന നാസികയും വിരിഞ്ഞ മാറുമുള്ളവനായും ദേഷ്യപ്പെടുന്നവനായും ഉറക്കപ്രിയനും നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവനും എതിർത്ത് സംസാരിക്കുന്നവനുമായിരിക്കും. തിരുവാതിര നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിലും ജനിച്ചവരുടെ സവിശേഷതകളെക്കുറിച്ച് സാരാവലി എന്ന ഗ്രന്ഥത്തിലും നാഡീഗ്രന്ഥങ്ങളിലും നൽകിയിട്ടുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. തിരുവാതിരയുടെ 1-ാം പാദത്തിൽ ജനിച്ചവർ തെക്കുവടക്കേ തെരുവിൽ കിഴക്കോട്ട് നോക്കിയുള്ള വീട്ടിൽ ജനിക്കുന്നവരായിരിക്കും. തെക്ക് കിഴക്ക് ഭാഗത്ത് പള്ളി, വടക്ക് കിഴക്ക് മണി, വടക്ക് പടിഞ്ഞാറ് ആശുപത്രി, ഇരുണ്ട ശരീരനിറം, നല്ല മനോഹരമായ നെറ്റി, ജന്തുക്കളെ വേട്ടയാടുന്നതിലും ഹിംസിക്കുന്നതിലും താല്പര്യം. 2-ാം പാദത്തിൽ ജനിച്ചാൽ വെളുത്ത നിറം, ചുവന്ന കണ്ണ്, നല്ല മൂക്ക്, ഒത്ത ശരീരം, നല്ല ബുദ്ധി, നീണ്ട മുഖം, ഇരുണ്ട പുരികം, കിഴക്ക് പടിഞ്ഞാറ് തെരുവിൽ വടക്കോട്ട് നോക്കിയ വീട്, പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രം, അടുത്ത് ജീർണിച്ച വീടുകൾ. 3-ാം പാദത്തിൽ ജനിച്ചാൽ വീടിനെതിരെ ആരാധനാലയം, തെരുവിന്റെ നടുവിൽ ജലം ലഭിക്കാനുള്ള സൗകര്യം, 3-ാമത്തെ വീട്ടിൽ വികലാംഗൻ, നെറ്റിയിൽ കുഴിവുകൾ, കേടുള്ള പല്ല്, ചൂത് കളിക്കുന്ന സ്വഭാവം, തടിച്ച മുഖം, തടിച്ച പുഷ്ടം, പുഷ്ടിയുള്ള നെഞ്ചും കൈയും, ദുഷ്ടപ്രകൃതി. 4-ാം പാദത്തിൽ ജനിച്ചാൽ തേൻ നിറമുള്ള കണ്ണുകൾ, പുലമ്പുന്നവൻ, ഒത്ത ശരീരം, ചതിയൻ, ചഞ്ചല ബുദ്ധി, നല്ല ചുണ്ടും നല്ല പല്ലുകളുമുള്ളവൻ. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രാരംഭദശ രാഹുവാണ് 18 വർഷം. തുടർന്ന് വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, രവിദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, കുജദശ 7 വർഷം. രാഹുദശയിൽ 3-ാം വർഷവും 7-ാം വർഷവും 12-ാം വർഷവും നാൽക്കാലികളാലായിരിക്കും ക്ലേശം. 14-ാം വർഷം വിഷഭയം, 18-ാം വർഷം ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, 20-ാം വർഷം സ്ത്രീ, ഔഷധം ഇവ കൊണ്ടുള്ള ക്ലേശം, 30-ാം വർഷം കള്ളന്മാരെ കൊണ്ട്, 35-ാം വർഷം സൈന്യത്തിനെ കൊണ്ട്, 40-ാം വർഷം വാതരോഗം കൊണ്ട്, 47-ാം വർഷം ഉദരരോഗം കൊണ്ട്, 50-ാം വർഷം അർശസ് കൊണ്ട്, 55-ാം വർഷം വയറിളക്കം കൊണ്ട്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത് തൊണ്ടരോഗം, മുണ്ടിനീർ, ആസ്മ, ഈസ്നോഫീലിയ, വരട്ടുചുമ, ഡിഫ്തീരിയ, കർണരോഗങ്ങൾ, ചെവിയിൽ പഴുപ്പ് എന്നിവയാണ്. ഇവരുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളായി പറയുന്നത് ജാഗരൂകമായ മനസ്സ്, കാര്യങ്ങൾ സ്വയം അറിയുവാനുള്ള കഴിവ്, നിരൂപണ ബുദ്ധി,
സാഹിത്യ പ്രവർത്തനങ്ങളിൽ പരാജയം, മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിനുള്ള കഴിവ്, പുതിയ ആശയങ്ങൾ, തോന്നൽ, ഉപകാരസ്മരണയില്ലായ്മ, വഞ്ചന, സന്ദർഭം പോലെ കള്ളം പറയൽ. സെയിൽസ്മാൻ, ഷോപ്പ് കീപ്പർ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, വാർത്താവിനിമയം, ട്രാൻസ്പോർട്ട്, സൈന്യം, റബ്ബർ സാധനങ്ങൾ, സംഗീതവാസന, അഡ്വർടൈസിംഗ്, പബ്ലിസിറ്റി, ഗ്രന്ഥരചന, ഔഷധ വ്യാപാരം, മദ്യം, പണമിടപാടുകൾ, കയ്യെഴുത്തു വിദഗ്ധർ എന്നിവയൊക്കെയാണ് തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട പ്രധാന തൊഴിലുകൾ.